ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും മുന്നിൽ നിൽക്കുകയാണ് അനി. അപ്പം അനി ഓരോരോ കാര്യങ്ങളും ചോദിക്കുകയാണ്. നയനേട്ടത്തിയെ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനേട്ടത്തിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നായിരുന്നു. അത് മുത്തശ്ശൻ്റെ കോളായിരുന്നു. നയനേട്ടത്തിയുടെ ഫോണ് എൻ്റെ കയ്യിലായിരുന്നത്, അതുകൊണ്ട് ഞാനത് കണ്ടു. ഇത് കേട്ട് മുത്തശ്ശനാണെങ്കിൽ അത് പിന്നെ അതെ അറിയാതെ പോയതായിരിക്കും, അല്ലാതെ ഞാൻ വിളിച്ചൊന്നുമല്ല. ഓ ആണല്ലേ, ശരി ആയിക്കോട്ടെ, അറിയാതെ പോയതായിരിക്കും. അറിയാതെ പോയതോ അറിഞ്ഞു പോയതോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ നയനേട്ടത്തി പ്രസംഗമെല്ലാം കഴിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഏടത്തിയുടെ ഫോണിലേക്ക് ആരൊക്കെയോ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുവേ ഏട്ടത്തി അതിൽ ഏതോ ഒരു കോള് കണ്ട് ധൃതിക്ക് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആരെയോ വിളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ ആരെ വിളിച്ചെന്ന് എനിക്ക് തന്നെ അറിയാം, എന്നെ വിളിച്ചിട്ടൊന്നുമില്ല, എന്നെ വിളിച്ചിട്ടേ ഇല്ല. അങ്ങനെ നയന എന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ, അതിൻ്റെ ആവശ്യം എന്താണ്? അപ്പം മുത്തശ്ശി ഇങ്ങനെ വിതുമ്പി ഇങ്ങനെ നിൽക്കുകയാണ്, ആകെ ടെൻഷനായിട്ട്. അപ്പോൾ അനി പറയാം, ആരെ വിളിച്ചതാണെന്നൊക്കെ ഞാനേ കേട്ടേ. കാരണമേ നയനേട്ടത്തി സംസാരിക്കുന്ന മുഴുവനും ഞാൻ മറിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശനോടാ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. വിജയകാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്നും എനിക്ക് മനസ്സിലായി മുത്തശ്ശ. ഇനി എന്തിനാ മുത്തശ്ശ എന്നോട് ഇങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞു കൂട്ടുന്നത്? അപ്പം മുത്തശ്ശി വീണ്ടും പറയുന്നില്ല. അപ്പം മുത്തശ്ശിയാണെങ്കിൽ ആകെ പേടിച്ചിട്ട് ഇദ്ദേഹമേ ഇനി അവനോട് സത്യങ്ങളെല്ലാം പറയാൻ പാടില്ല, അവൻ ഏതായാലും ഇത്തരം സത്യങ്ങളെല്ലാം അറിഞ്ഞു, വീണ്ടും അവൻ എന്തിനാണ് പറ്റിക്കുന്നത്? അപ്പോഴേക്കും മുത്തശ്ശിനെ കണ്ണുമിഴിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി വായടക്കുക. എന്തിനാ മുത്തശ്ശി മുത്തശ്ശൻ ഇങ്ങനെ നോക്കുന്നത് കണ്ട് മുത്തശ്ശി സത്യങ്ങളെല്ലാം പറയാതിരിക്കുന്നത്? പറ മുത്തശ്ശി, എന്താന്ന് വെച്ചാൽ പറയാനായിട്ട് പാടില്ലേ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നിനക്കിപ്പോൾ എന്താ അറിയേണ്ടത്? എനിക്ക് സത്യാവസ്ഥ അറിയണം. കാരണം മുത്തശ്ശനും നയനേട്ടത്തിയും ഇപ്പോൾ നല്ല അടുപ്പത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാതെ നയനേട്ടത്തി ഏതായാലും മുത്തശ്ശനെ വിളിക്കാനായിട്ടൊന്നും തയ്യാറാവില്ല. എന്താ മുത്തശ്ശ, കാര്യങ്ങളൊക്കെ പറഞ്ഞൂടെ മുത്തശ്ശ എന്ന് ചോദിച്ചപ്പോഴേക്കും പറയാം, ഇനി ഇതിൽ കൂടുതൽ ധൃതി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞു തരാം. എനിക്ക് പറ മുത്തശ്ശ. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പറയാം, അതെ ആദർശ് അവൻ മൂർത്തീസ് കമ്പനിക്ക് വലിയൊരു തകർച്ച ഉണ്ടാക്കിയിട്ടല്ലേ മടങ്ങി വന്നത്. ബോംബെയിലേക്ക് പോകുന്ന ആ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞതാ, നിന്റെ പിന്നിൽ ഒരു ശത്രുവുണ്ട്, ആ ശത്രുവിനെ സൂക്ഷിക്കണമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൻ കേൾക്കാനായിട്ട് തയ്യാറായില്ല. അവൻ അവിടെ പോയി അവൻ്റെ ഇഷ്ടത്തിന് ചെയ്യുകയും ചെയ്തു. ഇപ്പം തോൽവി നമുക്ക് സംഭവിക്കുകയും ചെയ്തു. അതിനുള്ളൊരു പണിഷ്മെൻ്റാണ് ഞാൻ അവന് കൊടുത്തത്. ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും അതേപോലെ തന്നെ അവനോട് ഞാൻ മിണ്ടാതിരിക്കുന്നതും അവനോട് കൊടുത്ത പണിഷ്മെൻറ്റാണ്. അവൻ തിരിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് വരണം, ആ വിജയത്തിലേക്ക് എത്തണം എന്നൊരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെ. പക്ഷേ നയനമോള് ചില സത്യങ്ങളൊക്കെ മനസ്സിലാക്കി. അവളോട് എനിക്ക് സത്യങ്ങളെല്ലാം പറയേണ്ടി വരികയും ചെയ്തു. അത് അധികം നാളൊന്നും ആയിട്ടില്ല. ഈയിടക്കാണ് വീണ്ടും ഞങ്ങൾ തമ്മിൽ അടുപ്പമായത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ വരട്ടെ മുത്തശ്ശ, എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. മുത്തശ്ശൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് എന്നോട് പറയായിരുന്നില്ലേ? നിന്നോട് എന്തിനാ പറയുന്നത്? നിന്നോട് പറയേണ്ട കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എന്നാലും മുത്തശ്ശൻ ഭയങ്കര ആള് തന്നെ കേട്ടോ. എല്ലാവരെയും പൊട്ടം കളിപ്പിച്ചുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനൊരു പ്ലാൻ ആയിരുന്നു മുത്തശ്ശൻ്റെ മനസ്സിലല്ലേ? മുത്തശ്ശൻ കില്ലാടി തന്നെ. നീ ഒന്ന് പോ അനി. ഇനി ഈ കാര്യങ്ങളൊന്നും നീ ആരോടും പറയാനായിട്ട് നിൽക്കരുത്, മനസ്സിലായല്ലോ? ഞാൻ ആരോടും പറയില്ലേ. ഏതായാലും സത്യാവസ്ഥ എനിക്ക് മനസ്സിലായല്ലോ. മുത്തശ്ശൻ്റെ മനസ്സിൽ ഒരു ദേഷ്യമില്ലെന്ന് ഞാൻ കണ്ടെത്തിയല്ലോ. അതിൽ പരം സന്തോഷമൊന്നും എനിക്കിനി കിട്ടാനില്ല മുത്തശ്ശ. ശരി, എന്നാലും മുത്തശ്ശൻ്റെ ഈ നന്മയില്ലേ എനിക്ക് എത്ര ഇത് പ്രശംസിച്ചാലും മതിയാവില്ല മുത്തശ്ശൻ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. അങ്ങനെ അനി അവിടുന്ന് പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ഏതായാലും ഒരാളും കൂടി സത്യം അറിഞ്ഞല്ലോ, ആ ഒരു സന്തോഷമാണ് ഇവരുടെ മനസ്സിൽ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാളവികയാണ്. അപ്പോൾ മാളവികയാണെങ്കിൽ അതിലേറെ സന്തോഷത്തിലാണ്. കാരണം വിജയിച്ചത് നയന തന്നെയാണല്ലോ. അപ്പോൾ അഭി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ മാളവികയാണെങ്കിൽ എൻ്റെ ദൈവമേ ഇപ്പോൾ സന്തോഷം മുഖത്ത് കാണിക്കണ്ട, സങ്കടപ്പെട്ടിരിക്കല്ലേ പണി വാളും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അഭി അങ്ങോട്ട് വരികയാണ്. അഭി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും മാളവിക അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. അയ്യോ എന്നാലും സാറേ ഇങ്ങനൊരു തോൽവി സംഭവിച്ചു പോയല്ലോ സാറേ, ഞാൻ കാരണമാണ് ഇങ്ങനെ നിങ്ങൾക്ക് തോൽവി സംഭവിച്ചത് സാറേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാളവിക നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ പിന്നെ മാളവികയ്ക്ക് ഒന്നും പറ്റില്ല. പക്ഷേ ഇതിലെന്തൊക്കെയോ ചതി നടന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു സംശയം. ഈ കമ്പനി തന്നെ ആരോ നമ്മളെ ചതിക്കാനായിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ നടക്കുകയാണ്.
അപ്പോൾ അയ്യോ സാറേ, ഇനിയിപ്പോൾ ഞാൻ കാരണമാണ് തോൽവി സംഭവിച്ചെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഡേവിഡ് സാറ് പറഞ്ഞു വിടുമോ? ഇത് കഴിഞ്ഞപ്പോഴേക്കും ഡേവിഡ് സാറോ? ഈ ഡേവിഡ് സാർ ആരാണ്? അയാൾ പോലും എൻ്റെ ഔദാര്യത്തിലാണ് കഴിയുന്നത്. അയാളൊക്കെ ഒരു അനക്കം പോലും സംഭവിക്കില്ല, മനസ്സിലായോ? അയാൾ പറയുന്നതല്ല ഇവിടെ തീരുമാനം, ഞാൻ പറയുന്ന തീരുമാനം. മാളവികയെ ഇവിടെ നിന്ന് ആരും പുറത്താക്കാനായിട്ട് പോകുന്നില്ല. മാളവിക അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഡിസൈനറുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മാളവികയെ ആരും പറഞ്ഞു വിടാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുക. പറഞ്ഞപ്പോഴേക്കും എന്താ സാറേ അത്ര കോൺഫിഡൻസോടെ പറയുന്നത്? എനിക്കറിയാം, കാരണം എൻ്റെ മുകളിലും കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ആണോ സാറേ? ആരാണ് സാറേ എന്ന് ചോദിക്കുകയാണ്. പിന്നെ അതൊന്നും ഇപ്പം അറിയേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ ഞാൻ വഴിയെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിയാണെങ്കിൽ മാളവികയുടെ കവളൊന്ന് തലോടുകയാണ്. അപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്കും മാളവിക ഭയങ്കര ഇറിറ്റേഷൻ. അപ്പോൾ സാറേ എന്താ സാറേ കാണിക്കുന്നത്? അതെ, എനിക്ക് ഇതേപോലൊരാളെയാണ് ഇഷ്ടം, എൻ്റെ കൂടെ ചേർത്ത് നിർത്താൻ. ഇതേപോലൊരു സൗന്ദര്യമുണ്ട്, നല്ല കഴിവ്, നല്ല ടാലൻറ്റും ഒക്കെയുള്ളൊരു പെണ്ണ്. ആ പെണ്ണാണ് എൻ്റെ കൂടെ നിൽക്കേണ്ടത്. പക്ഷേ എൻ്റെ ഭാര്യയില്ലേ നവ്യ, അവളൊരു കഴിവ് കെട്ടവളാ. അവൾക്കൊരു അഹങ്കാരമുണ്ട്. അവൾ കാരണമാണ് ഈ കമ്പനിയിലേക്ക് വരാനായിട്ട് സാധിച്ചതെന്ന്. പക്ഷേ അതൊക്കെ വെറും അവളുടെ അഹങ്കാരമാണ്. ഞാൻ കാരണമാണ് അവളോട് പിടിച്ചു നിർത്തുന്നത്. അഹങ്കാരി, അവളെ എങ്ങനെയും പുറത്താക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാളവിക അയ്യോ സാറേ, നവ്യമേടെ ഒന്നും അറിയില്ലേ? അറിഞ്ഞാലെന്താ? അറിഞ്ഞാലും ഒരു പ്രശ്നമൊന്നുമില്ല എനിക്ക്. അവള് പോണെങ്കിൽ അങ്ങോട്ട് പോട്ടെ, എനിക്ക് നിന്നെ പോലൊരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറയാണ്. ശരി സാറേ, സാറ് പൊയ്ക്കോ, ഞാൻ ആകെ മനോവിഷമത്തിലാണ് എന്ന് പറയുക. അങ്ങനെ അബി അവിടെ നിന്ന് പോവുകയും ചെയ്യണം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവും അതേപോലെ തന്നെ ആദർശും നയനയും കൂടി ഇങ്ങനെ സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുന്നത് ഈ വിജയത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത്. ഓ എൻ്റെ ദൈവമേ, ആ സമയത്ത് വല്ലാത്തൊരു ടെൻഷൻ തന്നെയായിരുന്നു ആദർശേട്ടാ. ഏതായാലും നമ്മൾ തന്നെ വിജയം കൈവരിച്ചല്ലോ, അതിൽ പരം സന്തോഷമൊന്നും ഇനി കിട്ടാനില്ല. ഏതായാലും ഹനിയും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമ്മുടെ നയനയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരിക. അപ്പോൾ അത് ആരാണെന്ന് അറിയാൻ വേണ്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അൺനോൺ നമ്പറിൽ എഴുതി വെച്ചിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്, ഇപ്പം നല്ല വിജയം വാരി കൂട്ടിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് ആരാണ് നവ്യെ, ആരാണ് നയന എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അറിയില്ല ആദർശേട്ടാ, അൺനോൺ നമ്പറിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഇങ്ങനെ കാണിച്ചിട്ടുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇത് അവർ തന്നെയാ എൻ്റെ ഫോണിലേക്ക് അജ്ഞാതമായിട്ടൊരു നമ്പർ മെസ്സേജ് എടുക്കൂലേ, അവർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നന്ദു ആണെങ്കിലും അല്ലെങ്കിലും എന്നെ ഇത് ആരാ ഇത്? നമ്മുടെ നീക്കങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരാൻ പോകുന്നു അറിഞ്ഞു കഴിയുമ്പോഴേക്കും അവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് എടുക്കുമല്ലോ, നമുക്ക് മുൻകൂട്ടി എല്ലാം ചെയ്തു തരുന്നത് പോലെ തന്നെ. എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല നയനേച്ചി, അത് തന്നെ എനിക്കും വിശ്വസിക്കാൻ പറ്റാത്തത്. നമ്മുടെ പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ അവരെല്ലാം നന്മ ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു മെസ്സേജ് അയച്ചത് എന്നൊക്കെ ഇങ്ങനെ നയനെ പറയാണ്. ഇതിപ്പോൾ ആരാണെന്ന് കണ്ടെത്തണമല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും നയനെ നമ്മളുടെ മുന്നിൽ ഒരു ദിവസം അവരെത്തും, ഉറപ്പായിട്ടെത്തും. അതിനുവേണ്ടി തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നും പറഞ്ഞപ്പോൾ നയനക്കാണെങ്കിൽ ആകെ ഡൗട്ട് ഇങ്ങനെ തോന്നുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. അപ്പോൾ അനിയാണെങ്കിൽ ഇങ്ങനെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുക, എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്തിക്ക് വരികയാണ്. അനിയേട്ടാ, കൺഗ്രാജുലേഷൻസ് അനിയേട്ടാ എന്ന് പറയാണ്. ഓ ശരി, അതെ അനിയേട്ടാ, അനിയേട്ടൻ്റെ വിജയത്തിൽ എനിക്കും കൂടി പങ്കുണ്ടേ. ഞാനേ ഭയങ്കരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ, നിനക്ക് പങ്കുണ്ടെന്നോ? അതെങ്ങനെ നിനക്ക് പങ്ക്? എൻ്റെ വിജയത്തിന് പിന്നിലേ എൻ്റെ ഏട്ടനും ഏട്ടത്തിയും മാത്രമാ, അല്ലാതെ നീയൊന്നും അല്ല. അങ്ങനെ പറയരുത്. പിന്നെ അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാ ഞാൻ ഈ വിജയത്തിലേക്ക് എത്തി നിൽക്കുന്നത്, മൂർത്തീസ് കമ്പനി വിജയത്തിലേക്ക് എത്തി നിൽക്കുന്നത്, അല്ലാതെ വേറൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയാ. എന്തിനാ അനിയേട്ടാ എപ്പോൾ നോക്കിയാലും അവർക്ക് തന്നെ ആ ക്രെഡിറ്റ് ഒക്കെ കൊടുക്കുന്നത്? പിന്നെ അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് ക്രെഡിറ്റ് കൊടുക്കണം, അല്ല നിനക്ക് തരണമെന്നാണ്. അപ്പോൾ ഞാൻ ചെയ്തതിന് ഒന്നുമില്ലേ? അനിയേട്ടനെ ആ മത്സരത്തിന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അമ്പലത്തിൽ തന്നെ പ്രാർത്ഥനയായിരുന്നു, അനിയേട്ടന് വിജയിച്ച് വരണേ എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ നീ പ്രാർത്ഥിക്കുന്നു? എടിയടി, നിൻ്റെയൊക്കെ സ്വഭാവം എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നീയേ അത്രയ്ക്ക് വലിയ നല്ല കുട്ടിയായിരുന്നെങ്കിൽ നീ എൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാനായിരുന്നു. എന്നിട്ട് ശ്രമിച്ചോ? ഇല്ലല്ലോ. അവിടെ നീ എന്നെ കുത്തി നോവിച്ച് എൻ്റെ തലയിൽ നിന്ന് പോകാതെ ഇങ്ങനെ തന്നെ നിൽക്കല്ലേ അനിയേട്ടാ?
അനിയേട്ടൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും അനിയേട്ടൻ എന്നെ വെറുക്കുന്നുണ്ടെങ്കിലും ഞാൻ അനിയേട്ടനെ അതിനേക്കാൾ 1000 മടങ്ങ് സ്നേഹിക്കുന്നുണ്ട് അനിയേട്ടാ. ഇതെന്തൊരു കഷ്ടമാണ്. ഇവളോട് എത്ര പറഞ്ഞാലും തലയിൽ കയറില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണല്ലോ എന്നൊക്കെ അനി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ദേവയാനി വരുന്നു. അപ്പോൾ ദേവയാനി, ഓ എൻ്റെ ദൈവമേ, ഇവർ രണ്ടുപേരും എപ്പോൾ കണ്ടാലും വഴക്കാണല്ലോ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. അമ്മായി പറഞ്ഞു കേട്ടില്ലേ അനിയേട്ടൻ പറയാണ് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം, അനിയേട്ടൻ എന്നെ ഇഷ്ടമല്ല എന്നൊക്കെയാ പറയുന്നത്. അവനങ്ങനെ പറയും, അവനെ ഇഷ്ടമല്ലെന്ന് പറയും. കാരണം ഈ കല്യാണത്തിൽ നിന്ന് നീ പിന്മാറുന്നില്ലല്ലോ, അതുകൊണ്ട് ഈ കല്യാണത്തിനോട് താല്പര്യമില്ല, നിന്നോട് ദേഷ്യമൊക്കെ അവൻ കാണിക്കും, അതിനു വേണ്ടിയാണ് കിടന്ന് കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറയാണ്. ഇതെന്താ അമ്മായി, അവൾക്ക് വേണ്ടി മാത്രം സപ്പോർട്ട് ചെയ്യുന്നത്, പിന്നെ ആർക്ക് വേണ്ടിയാടാ? എടാ, നിങ്ങൾ രണ്ടുപേരുടെയും നിശ്ചയം നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കും മക്കളെ, അല്ലാതെ അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. നടക്കാൻ പോകുന്നതേ ഒരു കല്യാണം തന്നെയാ, മോതിരമാറ്റം ചെറിയൊരു കല്യാണം തന്നെയാ. അത് നീ തയ്യാറെടുത്തിരുന്നോ. അവന്തിക മോള് തന്നെ നിന്റെ ഭാര്യയായിട്ട് തന്നെ വരും, അതിൽ യാതൊരു സംശയമില്ല. കൊച്ചിനെ ഇനി വേദനിപ്പിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം നീ ശരിക്കും അറിയോട്ടോ അനി എന്ന് പറയാണ്. ഓ അത് ശരി, അപ്പം എല്ലാവരുടെയും താല്പര്യം പോലെ നടക്കട്ടെ. അപ്പം എൻ്റെ താല്പര്യത്തിന് ഒരു വിലയില്ല. ഇല്ല, നീ ഇപ്പം ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മോള് വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അനിയാണെങ്കിൽ ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിയാണ്. അപ്പം അഭി ഇങ്ങനെ ഓഫീസിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യ കയറി ചെല്ലുക. അപ്പം നവ്യ പറയാണ്, എടാ ഇതെന്താണ് നമുക്ക് പറ്റിയത്, നമുക്ക് വീണ്ടും തോൽവി സംഭവിച്ചല്ലോ, അനിയുടെ മുന്നിലെ 2ാമത്തെ പ്രാവശ്യം ഇപ്പം നമ്മൾ തോറ്റു പോകുന്നത്. അതേ നവ്യേ, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഈ കമ്പനിയിൽ തന്നെ നമ്മളെ ചതിക്കുന്ന ചിലവരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേതായാലും കണ്ടുപിടിക്കാൻ തന്നെയാണ് അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നത്. അച്ഛനോ? ഏതച്ഛൻ? അച്ഛനല്ല, അച്ചായൻ, ഡേവിഡ് അച്ചായൻ. അപ്പോൾ നവ്യ ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, ദൈവമേ ഇനിയിപ്പോൾ ഞാനറിയാത്ത വല്ല അച്ഛനിവനുണ്ടാവോ? ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അവൻ്റെ അമ്മ അത്തരത്തിലുള്ള ആളാണല്ലോ, അമ്മയെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എന്നൊക്കെ പറയാം. പക്ഷേ എന്നാലും നവ്യേ, ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ. അല്ല, മാളവിയെക്കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം എന്നിങ്ങനെ ചോദിക്കുകയാണ്. എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ്, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയല്ലേ, അപ്പം പിന്നെ നല്ല അഭിപ്രായം തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഡേവിഡ് സാറിനൊക്കെ എന്തൊക്കെയൊരു സംശയമുണ്ട് മാളവികയുടെ മേലിൽ. അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നിൽ ആര് കളിച്ചിരുന്നാലും അവരെ തീർത്ത് കളയുമെന്നാ ഡേവിഡ് സാറ് പറഞ്ഞിരിക്കുന്നത്. ഡേവിഡ് സാർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഓക്കെ ആയിരിക്കും, പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. ഇത് കേട്ട നവ്യ കുറച്ചൊന്ന് പേടിക്കുക. അങ്ങനെ പിന്നീട് നമ്മുടെ നന്ദുവിനെയും അതേപോലെ തന്നെ നയനയെയും കാണിക്കുകയാണ്. അപ്പോൾ നയനയുടെ ഫോണിലേക്ക് നമ്മുടെ ആദർശിനെ കാണിക്കുന്നത്. അപ്പോൾ ആദർശിനെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആദർശ് അതെടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ എഴുതിയിരിക്കുന്നത് മാളവികയുടെ ജീവൻ അപകടത്തിലാണ്, എങ്ങനെയും രക്ഷിക്കണം, അത് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ട നമ്മുടെ ആദർശമൊക്കെ പേടിച്ചു പോവുകയാണ്. കാരണം ഇങ്ങനെ അൺനോൺ നമ്പറിൽ നിന്ന് എപ്പോൾ മെസ്സേജ് വരുന്നോ ആ സമയത്തൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ആദർശം നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ എങ്ങനെയെങ്കിലും മാളവികയെ രക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ആദർശിൻ്റെ മനസ്സിലുള്ളൂ. പിന്നീട് നന്ദുവും നയനയും കൂടി സംസാരിക്കുകയാണ്. നന്ദു, നിനക്കറിയാമല്ലോ നന്ദു, ഈ ഞായറാഴ്ച എൻഗേജ്മെൻറ്റ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്, അതായത് അനിയുടെയും അവന്തികയുടെയും എൻഗേജ്മെൻറ്റ്. അപ്പോൾ അതിന് നീ ഒരു തടസ്സമായിട്ട് നിൽക്കരുത്. നിനക്ക് അങ്ങനൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ നീ അതിൽ നിന്ന് പിന്മാറണം മോളെ. നിന്നെ ശരിക്കും ഞങ്ങൾക്ക് പേടിയുണ്ട്, അമ്മ പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ മുതൽ നിൻ്റെ മുഖത്ത് ഭയങ്കര സങ്കടമാണെന്ന്. ഇപ്പം നിൻ്റെ മുഖത്ത് സങ്കടം ഞാനും കാണുന്നുണ്ട് നന്ദു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ചേച്ചി, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, ഞാൻ ഏതായാലും ഈ ഒരു നിശ്ചയത്തിന് തടസ്സമായിട്ട് നിൽക്കില്ല. ഞാൻ എന്താ അങ്ങോട്ട് വരാതിരുന്നാൽ പോരെ? അയ്യോ, അങ്ങോട്ട് വരണ്ടെന്നൊന്നും പറയുന്നില്ല, പക്ഷേ നീ കാരണം അവരുടെ നിശ്ചയിനെ മുടങ്ങരുത്. കാരണം ഒരു പ്രാവശ്യം അനിയുടെ ബന്ധം അവസാനിച്ചതാണ്, ഇനിയും ഈ ഒരു ബന്ധം കൂടി അവസാനിക്കാനായിട്ട് തയ്യാറാവരുത്. പാവ അവന്തിക ഈ നവീന് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആകെ തകർന്നൊരു തനിപ്പടമായിട്ട് നിൽക്കുന്നൊരവസ്ഥയിലാണ്. ഇനി ഇതും കൂടി വേണ്ടെന്ന് അവൻ പറയാൻ നിൽക്കരുത്. ഇല്ല ചേച്ചി, അങ്ങനെ ഒരു ഇതുണ്ടാവില്ല, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്, ഞാൻ കാരണം ആരുടെ ഒരാളുടെയും ജീവിതം നശിച്ചു പോകില്ല ചേച്ചി എന്നിങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ അനി വരുന്നത്. അപ്പോൾ അനി നന്ദുവിൻ്റെ സ്കൂട്ടർ കാണുക. അപ്പോൾ അനി അങ്ങോട്ട് കയറി വന്നിട്ട് ഇവിടെ എല്ലാവരും ഉണ്ടല്ലേ? അപ്പോൾ നയന ചോദിക്കുകയാണ്, എന്താ നീ നന്ദുവിനെ കാണാൻ വേണ്ടി വന്നതാണോ? അയ്യോ ഇല്ല ഏട്ടത്തി, ഞാൻ നന്ദുവിനെ കാണാൻ വേണ്ടി വന്നതല്ല. അപ്പോൾ നന്ദു ആണെങ്കിൽ
ശരി ഞാനെന്നാൽ പോവാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പടിയിറങ്ങുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ. നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.